ക്രിസ്ത്യാനിയെന്നോ വൃദ്ധയായൊരു ഉമ്മയെന്നോ ഒരു സാധാരണക്കാർ, ഇതൊന്നും പ്രശ്നമല്ല. ഇവിടെ സാധാരണക്കാർ, മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് എന്നവർക്ക് ഈജിപ്തിൽ നിന്നൊരു കത്ത് വരുന്നു. ഫർത്തൂനത്തു സൗദ, ദി അസ്ബഹ് എന്ന് പറയുന്ന ഈജിപ്തിന്റെ ഒരു പ്രമുഖനായ ഒരു മുതലാളിയുടെ വേലക്കാരിയായി ജോലി ചെയ്തിരുന്ന ഫർത്തൂനത്തു സൗദ, കറുത്തവരായിരുന്ന ഫർത്തൂന എന്ന് പറയുന്ന ഒരു വൃദ്ധയായ ഉമ്മ, ആ ഉമ്മ മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹുവിന് ഒരു കത്ത് കൊടുത്തയച്ചു. ആ കത്തിന്റെ ഉള്ളടക്കം ഇതാണ്: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇത് ഫർത്തൂന ബോധിപ്പിക്കുന്ന കത്താണ്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് എന്നവരെ, ഈജിപ്തിലെ എന്റെ വീട് ജീസയിലെ, ഇന്നത്തെ പിരമിഡ് നിൽക്കുന്ന പ്രദേശമാണ് ജീസ, അവിടെ താമസിച്ചിരുന്ന ഒരു വൃദ്ധയായ ഒരു കറുത്തവർഗക്കാരിയായ ഒരു പെണ്ണ്, അവരുടെ പേര് ഫർത്തൂന എന്നാണ്. കത്തിന്റെ ഉള്ളടക്കം വളരെ മനോഹരമാണ്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ്, എന്റെ വീട് വളരെ ചെറുതാണ്, ആ വീടിന്റെ മതിൽ അതിലും ചെറുതാണ്, അതുകൊണ്ട് ഞാൻ കുറച്ച് കോഴിക്കുഞ്ഞുങ്ങളെ വളർത്തുന്നവളാണ്. എന്റെ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ മതിൽ ചാടിക്കടന്ന് ചില കള്ളന്മാർ വന്ന് മോഷ്ടിച്ചു കൊണ്ടുപോകുന്നുണ്ട്. അതുകൊണ്ട് എന്റെ വീടൊന്ന് പൊക്കിത്തരാനോ ഈ മതിൽ കെട്ടൊന്ന് പൊക്കിത്തരാനോ എന്തെങ്കിലും അടിയന്തര സഹായം എനിക്ക് വേണമെന്ന് പറഞ്ഞ് ഈജിപ്തിൽ നിന്നും ഷാമിലേക്ക് കത്തുപോകുന്നു. മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന്റെ തപാൽ ശിപായികൾ, അന്നത്തെ പണിക്കാർ, തപാൽ ജോലി ചെയ്യുന്ന ആളുകൾ, പോസ്റ്റ്മാൻ, മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾക്കുണ്ടായിരുന്നു. കത്ത് കൊണ്ടുവന്നു. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു തിരക്ക് പിടിച്ച ആ ജീവിതത്തിനിടയിൽ കോഴിക്കുഞ്ഞുങ്ങളെ കള്ളന്മാർ കൊണ്ടുപോകുന്നു എന്ന പരാതി പറഞ്ഞ, എന്റെ വീടിന്റെ മതിലിന് ഹൈറ്റ് പോരാ, അതുകൊണ്ട് എന്നെ സഹായിക്കണമെന്ന് പറഞ്ഞ ഫർത്തൂനയുടെ കത്തും ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മേശയ്ക്ക് മുമ്പിലേക്ക് വരുന്നു. ആ കത്തിലേക്ക് നോക്കുകയാണ്. ലോകത്ത് നീതിയുടെ വലിയ പാഠങ്ങൾ പഠിപ്പിച്ച ലോകത്തിന്റെ ഗുരു മഹാനായ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിന്മുറക്കാരായ ഖലീഫമാരിൽ മഹാനായ ഉമർ തങ്ങൾക്ക് രണ്ടാമൻ എന്നറിയപ്പെടുന്ന ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു, ഉമർ ബിൻ ഫാറൂഖ് തങ്ങളുടെ മകൻ കല്യാണം കഴിച്ച മകൾക്ക് ജനിച്ച മകൾ, അവളുടെ പുത്രനായ മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു. കത്ത് കിട്ടിയപ്പോഴേക്കും ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ ആ കത്തിന് മറുപടി കൊടുക്കുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹുവിന്റെ നാമത്തിൽ, മിൻ അബ്ദില്ലാഹി അമീറുൽ മുഅ്മിനീൻ. ഇത് അമീറുൽ മുഅ്മിനീൻ ഉമറാണ് ബോധിപ്പിക്കുന്നത്. ഇല ഫർത്തൂന അസ്സൗദ, ഫർത്തൂന എന്ന് അറിയപ്പെടുന്ന ഫർത്തൂനത്തു സൗദ മൗലാത്തു ദി അസ്ബഹ്, ദി അസ്ബഹിന്റെ മൗലാത്തായ ഫർത്തൂനക്ക് എഴുതുന്ന കത്താണ്. നിങ്ങളുടെ കത്ത് ഞാൻ കിട്ടി, എനിക്ക് കൈപ്പറ്റി ഞാൻ അത് വായിക്കുകയുണ്ടായി. നിങ്ങളുടെ ആ ഒരു വീടിന് ചുറ്റുമുള്ള മതിൽ വളരെ ചെറുതാണെന്നും അവിടെ ആളുകളൊക്കെ വന്ന് നിങ്ങളുടെ കോഴിക്കുഞ്ഞുങ്ങളെ പിടിച്ചുകൊണ്ടുപോകുന്നുണ്ടെന്ന പരാതി ഞാൻ അറിഞ്ഞു. അതുകൊണ്ട് നിങ്ങളുടെ നാട്ടിലെ എന്റെ ഉദ്യോഗസ്ഥൻ അയ്യൂബ് ബിൻ ശുറഹ്ബീലിന് ഞാൻ കത്തെഴുതിയിട്ടുണ്ട്. അദ്ദേഹം ഈ വിഷയത്തിൽ ഇടപെടുന്നതായിരിക്കും. മഅസ്സലാം വസല്ലല്ലാഹു അലാ സയ്യിദിന മുഹമ്മദ് എന്ന് പറഞ്ഞ് ആ മഹാനായ ഫാറൂഖ് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു കത്ത് അവസാനിപ്പിക്കുകയാണ്. എന്നിട്ട് അയ്യൂബ് ബിൻ ശുറഹ്ബീൽ വേറെ കത്തെഴുതി. ഉമർ റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നു അബ്ദുൽ അസീസ്, അയ്യൂബ് ബിൻ ശുറഹ്ബീൽ, ഇതായത് ഞാൻ ബോധിപ്പിക്കുന്ന കത്താണ്. ഈ കത്ത് കിട്ടിയാൽ ഉടനെ നിങ്ങൾ ജീസായിലേക്ക് പോകണം. അവിടെ ഒരു കറുത്തവർഗക്കാരിയായ ഒരു വൃദ്ധയായ ഒരു ഉമ്മയുണ്ട്. അവരുടെ പേര് ഫർത്തൂന എന്നാണ്. അവരുടെ വീടൊന്ന് പോയി കാണണം. അവരുടെ വീടിന്റെ ചുറ്റുമതിൽ വളരെ ചെറുതാണ്, അവർക്ക് ചില പ്രശ്നങ്ങളുണ്ട്, കോഴിക്കുഞ്ഞുങ്ങളൊക്കെ കട്ടുകൊണ്ടുപോകുന്നു ആളുകൾ എന്ന പരാതിയുണ്ട്. നിങ്ങൾ ഡയറക്റ്റ് ആ സ്പോട്ടിൽ ചെന്ന് വിഷയം പരിഹരിക്കണമെന്ന് കത്ത്. മഹാനായ അയ്യൂബ് ബിൻ ശുറഹ്ബീൽ എന്നവർക്ക് കത്ത് ലഭിക്കുന്നു. നേരെ ചെല്ലുന്നു ആ ഫർത്തൂനത്തു സൗദാഇന്റെ വീട്ടിലേക്ക് ചെന്ന് കാര്യങ്ങൾ കാണുന്നു. എന്നിട്ട് പറഞ്ഞു, ഉമ്മ, നിങ്ങൾക്ക് ഇതാ ആമുറു അൻ യബ്നിയ ലക ദാലിക് ഹത്താ യുഹ്സിനഹു ലക മിമ്മാ തഖാഫീന ഇൻഷാ അല്ലാഹ്. നിങ്ങൾക്ക് എന്ത് പ്രയാസമാണോ ഉള്ളത് അത് മുഴുവനും പരിഹരിച്ചു തരാൻ എന്നെ ഏൽപ്പിച്ചിരിക്കുകയാണ്, ഞാൻ നിർവഹിച്ചു തരും. ഇത് അമീറുൽ മുഅ്മിനീൻ എന്നോട് നേരിട്ട് ഏൽപ്പിച്ച വസ്തുതയാണെന്ന് അയ്യൂബ് ബിൻ ശുറഹ്ബീൽ എന്ന ഈജിപ്തിന്റെ ജീസയുടെ അന്നത്തെ ഗവർണറായിരുന്ന അയ്യൂബ് ബിൻ ശുറഹ്ബീൽ നേരിട്ട് ചെന്ന് ഇടപെട്ട് ഫർത്തൂനത്തു സൗദാഇന്റെ ആ ഒരു ചെറിയ കൊച്ചു മതിൽ കെട്ടിക്കൊടുക്കുന്ന വിഷയം ഷാമിൽ നിന്ന് ഡയറക്റ്റ് ഇടപെടുകയാണ് മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു. പാവപ്പെട്ടവർക്ക്, അശരണരായ ആളുകൾക്ക്, നിരാലംബരായ ആളുകൾക്ക് ഇസ്ലാമിക ഭരണത്തിലും
ഇസ്ലാമിന്റെ സംസ്കാരത്തിലും കിട്ടുന്ന വളരെ മനോഹരമായ സംരക്ഷണത്തിന്റെ ഉദാഹരണമാണ് നമുക്ക് ഇതുപോലെയുള്ള ഭരണകർത്താക്കളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. സ്ത്രീ സമൂഹത്തിന്റെ സുരക്ഷ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവസാനത്തെ വിടവാങ്ങൽ പ്രസംഗത്തിൽ ഊസീകും ബിന്നിസാഇ ഖൈറാ വസ്തൗസൂ ബിന്നിസാഇ ഖൈറാ, നിങ്ങൾ പെണ്ണുങ്ങളോട് നല്ല നിലക്ക് പെരുമാറണേ, ഈ സമൂഹത്തിന്റെ മഹതിമാരെ, മംഗമാരെ, പെണ്ണുങ്ങളെ നിങ്ങൾ സംരക്ഷിക്കണമേ എന്ന് 3 തവണയല്ല അതിലേറെ ഒരുപാട് തവണ ഉണർത്തിക്കൊണ്ടാണ് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവസാന കാലഘട്ടങ്ങളിൽ ഈ ഉമ്മത്തിന് ഉണർത്തിയത്. ഹജ്ജത്തുൽ വിദാഇന്റെ അറഫായിലെ ഹബീബിന്റെ പ്രഭാഷണത്തിൽ പോലും അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെ സംരക്ഷിക്കണേ എന്ന് പറഞ്ഞിട്ടുണ്ട്. സ്ത്രീ സമൂഹത്തിനെതിരെ നടക്കുന്ന അക്രമങ്ങളോ അനീതികളോ നമ്മുടെ മുമ്പിൽ വിരളമല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സമൂഹത്തിന് നൽകിയ സംരക്ഷണം എത്രത്തോളമാണ്, ഇസ്ലാം നൽകുന്ന അഭയത്തിന്റെ വലുപ്പം എത്രയാണെന്ന് മനസ്സിലാക്കാൻ അദി ഇബ്നു ഹാത്തിം റളിയല്ലാഹു അൻഹുവിന്റെ പെങ്ങളുടെ ഒരു ചരിത്രം അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ബന്ധപ്പെട്ട ഹദീസുകളിൽ കാണാൻ കഴിയും. അദി ഇബ്നു ഹാത്തിം എന്നവർ പറയാൻ, ഞങ്ങൾ ഷാമിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സൈന്യം വന്ന് കയറി എന്ന് ഞാൻ അറിഞ്ഞു. ആ സമയത്ത് ഷാമിൽ നിന്ന് ഒരുപാട് ആളുകളെ യുദ്ധത്തടവുകാരായി മുസ്ലിമീങ്ങൾ കൊണ്ടുപോയിട്ടുണ്ട്. അക്കൂട്ടത്തിൽ എന്റെ പ്രിയപ്പെട്ട പെങ്ങളുമുണ്ട്. എന്റെ പെങ്ങളെയും ഒരുപാട് ഷാമുകാരെയും ഒരുമിച്ച് യുദ്ധത്തടവുകാരായി മദീനയിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. എന്റെ പെങ്ങൾ എന്നോട് പറഞ്ഞ കഥയാണിതെന്ന് അദി ഇബ്നു ഹാത്തിം റളിയല്ലാഹു അൻഹു, അദ്ദേഹം മുസ്ലിമാകുന്നതിന്റെ മുമ്പ് നടന്ന സംഭവമാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ മദീനയുടെ പള്ളി, ആ പള്ളിക്ക് തൊട്ടരികത്ത് ഇവരെയൊക്കെ ഒരുമിച്ച് കൂട്ടി നിർത്തിയിരിക്കുകയാണ്. അതിൽ നിന്നൊരു പെണ്ണ്, ഒരു സാധാരണക്കാരിയായ ഒരു പെണ്ണ് എഴുന്നേറ്റ് വന്ന് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ റസൂലേ, ഹലക്കൽ വലദ് വഗാബൽ വാഫിദ് ഫംനിൻ അലയ്യ മന്നല്ലാഹു അലൈക്. നബിയെ, മക്കളില്ല നബിയെ, അഭയം തരാൻ ആളുകളില്ല നബിയെ, അങ്ങനോട് കരുണ കാണിക്കണം, അള്ളാഹു നിങ്ങളോട് കരുണ കാണിക്കും. തങ്ങൾ ചോദിച്ചു, മനിൽ വാഫിദ്? യുദ്ധത്തടവുകാരിൽ നിന്ന് അദി ഇബ്നു ഹാത്തിം റളിയല്ലാഹു അൻഹുവിന്റെ പെങ്ങൾ എഴുന്നേറ്റ് അള്ളാഹുവിന്റെ റസൂലിനോട് വന്ന് പറയാ, നബിയെ, മക്കൾ മരിച്ചുപോയി നബിയെ, മക്കളില്ല. എനിക്ക് സംരക്ഷണം നൽകാനുള്ള എന്റെ ആങ്ങള, അയാളും ഇവിടെയില്ല, എന്റെ സഹോദരനും ഇവിടെയില്ല. എന്തെങ്കിലും ഒരു കരുണ എന്നോട് കാണിക്കണം നബിയെ, അള്ളാഹു നിങ്ങളോട് കരുണ കാണിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, മൻ വാഫിദുകി? ആരാ നിങ്ങളുടെ വാഫിദ് ആരാണ്? അദി ഇബ്നു ഹാത്തിമാണ്. അൽ ഫാറു മിനല്ലാഹി വറസൂലിഹി, അള്ളാഹുവിൽ നിന്നും അവന്റെ റസൂലിൽ നിന്നും ഒളിച്ചോടിയ അദി ഇബ്നു ഹാത്തിമോ? അതേ നബിയെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒന്നും പറയാതെ നടന്നു. 2ാമത്തെ ദിവസമായി ഈ സ്ത്രീ ഇത് തന്നെ പറഞ്ഞു, നബിയെ, എന്നെ സംരക്ഷിക്കണം, എനിക്ക് നാട്ടിലേക്ക് തിരിച്ചു പോകണം, മദീനയിൽ നിന്ന് ഷാമിലേക്ക് എനിക്ക് തിരിച്ചു പോകണം, ആരുമില്ല നബി എന്റെ കൂടെ. തങ്ങൾ ചോദിച്ചു, ആരാ നിങ്ങളുടെ ആൾ? അദി ഇബ്നു ഹാത്തിമാണ്. അൽ ഫാറു മിനല്ലാഹി വറസൂലിഹി, അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും വേണ്ടെന്ന് പറഞ്ഞു ഓടിപ്പോയ ആ ആളോ എന്ന് ചോദിച്ചു തങ്ങൾ അന്നും. 3ാമത്തെ ദിവസവും ഈ പെണ്ണ് നബിയോട് ചോദിച്ചപ്പോ കൂട്ടത്തിൽ നിന്ന് ഒരാൾ പറഞ്ഞു, ആ ആള് മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് എന്നവരാണ്. പറഞ്ഞു, പെങ്ങളെ, ഒന്ന് എഴുന്നേറ്റ് നടന്ന് മുത്തുനബിയോടൊന്ന് നടന്നിട്ട് കാര്യം പറയിൻ, മുത്തുനബി തങ്ങൾ കേൾക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ആ സ്ത്രീ എഴുന്നേറ്റ് നടന്നു. യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഹലകൽ വലദ് വഗാബൽ വാഫിദ് ഫംനുൻ അലയ്യ മന്നല്ലാഹു അലൈക്. നബിയെ, അഭയം തരണം, നബിയെ സംരക്ഷണം തരണം, മക്കളില്ല നബിയെ, അഭയം തരാൻ ആളുകളില്ല, അങ്ങ് സംരക്ഷണം തരണം, എനിക്ക് നാട്ടിലേക്ക് തിരിച്ചു പോവണം. പറയേണ്ടത് താമസം, ഖദ് ഫഅൽത്, ഞാനത് ചെയ്തു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പെണ്ണ് പറഞ്ഞു, ഇന്നി ഉരീദുൽ ലഹാഖ ബി അഹ്ലി ഫിശ്ശാം. നബിയെ, ഷാമിലുള്ള എന്റെ കുടുംബവുമായി അവരെ ചെന്ന് കാണണം, അവരോടൊപ്പം ഇരിക്കണം, അവരുടെ അരികത്തേക്ക് പോകണം എന്നതാണ് എന്റെ ആഗ്രഹം. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, നിങ്ങൾ ഒറ്റക്കല്ലേ, ധൃതി പിടിക്കലില്ല, തഅജലി ബിൽ ഖുറൂജ്, നിങ്ങൾ ധൃതി പിടിച്ചോടിപ്പോവണ്ട ഷാമിലേക്ക്, വഴി അത്ര സുരക്ഷിതമല്ല, നിങ്ങളൊരു സ്ത്രീയല്ലേ, അതുകൊണ്ട് നിങ്ങൾക്ക് നിർഭയമായി കടന്നു പോകാൻ കഴിയുന്ന വിധത്തിൽ നിങ്ങളുടെ നാട്ടുകാരായ കച്ചവടക്കാരോ വിശ്വസിക്കാൻ പറ്റുന്ന ആരെങ്കിലോ നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ എന്നെ അറിയിക്കണം, നിങ്ങളെ ഞാൻ ഷാമിലേക്ക് അയച്ചു തരാം.
കുറെ ദിവസം കഴിഞ്ഞപ്പോ ഷാമുകാരായ കച്ചവടക്കാര് വന്നു. അല്ലാഹുവിന്റെ റസൂലിനോട് ചെന്ന് പറഞ്ഞു, യാ റസൂലല്ലാഹ്, നബിയേ, ലഖദ് ഖദിമ റഹ്തും മിൻ ഖൗമി, എന്റെ നാട്ടുകാരിവിടെ വന്നിട്ടുണ്ട്. എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്ന ആളുകൾ, ഫീഹി സിഖത്തുൻ വബലാഗ്, അവരോടൊപ്പം പോയാൽ ഞാൻ എത്തും, എനിക്കവരെ വിശ്വാസവുമുണ്ട്. ഇത് പറഞ്ഞപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബിമാർ ശത്രുക്കളായി പിടിച്ചുകൊണ്ടുവന്ന യുദ്ധത്തടവുകാരിൽ നബി തങ്ങളുടെ ഒരു ശത്രുവിന്റെ പെങ്ങളെ കാണിക്കണം, കുഞ്ഞിനോട് നന്മ കാണിക്കണം. ഉമ്മ, എന്താണ് ഈ കുഞ്ഞിങ്ങനെ കരയുന്നത്? ഉമർ തങ്ങൾ പാതിരാവിലാണ് വരുന്നത്. ഉമർ തങ്ങളുടെ കൂടെയുണ്ട് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു. സ്വന്തം കുഞ്ഞുങ്ങൾക്ക് സംരക്ഷണം കൊടുക്കിൻ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഭരണം നടത്തുന്ന കാലം. ഉമ്മ, കുഞ്ഞിനെ നോക്കിൻ. കുറച്ചു നേരം കഴിഞ്ഞു ചെന്നു, വീണ്ടും കുഞ്ഞ് കരയുകയാണ്. ഉമർ തങ്ങൾ പറഞ്ഞു, വൈഹകി ഇന്നി ലഅറാകി ഉമ്മ സൂഅ്. ഉമ്മ, നിങ്ങളൊരു മോശപ്പെട്ട ഉമ്മയാണല്ലോ, ഇത്രയും നേരമായിട്ടും ഈ കുഞ്ഞിന്റെ കരച്ചിൽ നിർത്താൻ നിങ്ങളെ കൊണ്ടായില്ലല്ലേ? ഉമർ റളിയല്ലാഹു അൻഹു വന്ന് ഇച്ചിരി ഗൗരവത്തിൽ സംസാരിച്ചു. അപ്പോഴാണ് ആ ഉമ്മ പറയുന്നത്, നിങ്ങൾക്കറിയുമോ ഇവിടെ നടക്കുന്നത്? പാലുകുടി മാറ്റിയിട്ടില്ലാത്ത എന്റെ കുഞ്ഞിനെ, മുലക്കുടി പ്രായം കഴിഞ്ഞിട്ടില്ലാത്ത എന്റെ കുഞ്ഞിന് പാല് നിർത്തുന്ന ദിവസമാണെന്ന്. കുഞ്ഞുങ്ങൾ പാല് കുടിക്കുന്ന, രാത്രിയിൽ പാല് കുടിച്ച് ഉമ്മയുടെ അമ്മിഞ്ഞ പാല് കുടിച്ച് കഴിയുന്ന കുഞ്ഞുങ്ങൾക്ക് അത് കിട്ടാതെ വരുമ്പോഴുള്ള കരച്ചിലാണ് നിങ്ങൾ കേൾക്കുന്നത്. അപ്പോൾ ഉമർ തങ്ങൾ പറഞ്ഞു, ലാ തസ്തഅജിലി, ചെറിയ കുഞ്ഞല്ലേ, ഇപ്പോഴേ പാലുകുടി നിർത്തുന്നുണ്ടോ? എന്തിനത്ര ധൃതി പിടിക്കുന്നത്? ആ പെണ്ണ് പറഞ്ഞു, ഞാനിത് ചെയ്യാൻ കാരണം മറ്റൊന്നുമല്ല, ഉമറിന് മുമ്പ് എത്ര കുഞ്ഞുങ്ങൾ മരിച്ചുപോയി കാണും, എത്ര കുഞ്ഞുങ്ങൾ മരണപ്പെട്ട് കാണും. ഉമർ റളിയല്ലാഹു അൻഹു സുബ്ഹിക്ക് വന്നിട്ട് നിസ്കരിക്കാൻ ഇമാം നിന്നിട്ട് മാ കാദ യുസ്മിഉ ഖിറാഅത, ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഖിറാഅത്ത് പോലും ആളുകൾക്ക് കേൾക്കാൻ കഴിഞ്ഞില്ല. മിൻ ശിദ്ദതി ബുകാഇ, കരച്ചിലായിരുന്നു. ആ നിസ്കാരം സുബ്ഹി മുഴുവനും കരച്ചിലായിരുന്നു. എന്നിട്ട് ഉമർ റളിയല്ലാഹു അൻഹു വിളിച്ചു പറയാൻ പറഞ്ഞത്, അലാ ലാ തഅജിലു സുബ്യാനകും അലൽ ഫിതാം, നിങ്ങളാരും കുഞ്ഞുങ്ങൾക്ക് പാലുകുടി പെട്ടെന്ന് നിർത്തിക്കളയല്ലേ. ഫഇന്നാ നഫ്രിദു ലികുല്ലി മൗലൂദിൻ ഫിൽ ഇസ്ലാം, ഇസ്ലാമിക നിയമമനുസരിച്ച് ജന്മം കൊണ്ട എല്ലാ കുഞ്ഞിനും നാം അവർക്ക് റേഷൻ അനുവദിക്കുന്നുണ്ട്. ജന്മം കൊണ്ട എല്ലാ കുഞ്ഞിനും റേഷനുണ്ട്, മുലകുടി മാറ്റേണ്ട നിബന്ധനയില്ല. ആ നിബന്ധന ഇന്നു മുതൽ എടുത്തു കളയുകയാണെന്ന് പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് വിഷമം വരുന്നു എന്ന് കേട്ടപ്പോ കരഞ്ഞ് തളർന്നു പോയ മഹാനായ ഫാറൂഖ് റളിയല്ലാഹു അൻഹു, കുഞ്ഞുങ്ങൾക്ക് ഇസ്ലാമിക സംസ്കാരത്തിൽ കിട്ടുന്ന പരിഗണനയുടെ ഒരു ചിത്രമാണിത്. മഹാനായ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഈ ഒരു തീരുമാനം, മഹാനായ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഇടപെടൽ മുസ്ലിം ലോകത്തല്ല, ലോക ചരിത്രത്തിൽ മാതൃകയായിരുന്നു. കുഞ്ഞുങ്ങൾക്ക്, പിഞ്ചു പൈതങ്ങൾക്ക് പോലും ഇസ്ലാമിക ഭരണം കൊടുത്ത അംഗീകാരവും പരിഗണനയും സംരക്ഷണവും അഭയവും മഹാനായ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഈ ചരിത്രത്തോടൊക്കെ നമ്മൾ സമകാലിക സംഭവങ്ങളെ ചേർത്ത് വായിക്കുമ്പോഴാണ് കുഞ്ഞുങ്ങൾക്ക് ഹാനികരമായ മരുന്നുകളോ കുത്തിവെപ്പുകളോ അല്ലെങ്കിൽ ഹൈജീൻ, വൃത്തിയോ സംരക്ഷണമോ നൽകാതെ നമ്മുടെ കുഞ്ഞുങ്ങൾ തെരുവുകളിൽ വളർന്നുകൊണ്ടിരിക്കുന്ന മക്കൾ, ഇവരെയൊക്കെ ഒരു ഭരണകൂടം എത്ര ഗൗരവത്തിൽ കാണേണ്ടതും സംരക്ഷിക്കേണ്ടതുമാണ് എന്ന് ഇത്തരുണത്തിൽ നമ്മൾ ചേർത്ത് വായിക്കണം. നമ്മുടെ പിഞ്ചുമക്കൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ആരോഗ്യവും ആഫിയത്തും വിജ്ഞാനവും മതവും അച്ചടക്കവും പൂർവോപരി സർവ്വ സംരക്ഷണവും നൽകി അല്ലാഹു വളർത്തട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ എന്ന് ദുആ ചെയ്യുകയാണ്. വിശുദ്ധ ഇസ്ലാം കണ്ടത് ഈ സമൂഹത്തിന്റെ എല്ലാ ഓരോരുത്തരെയുമാണ്. എല്ലാവരും എവ്രി ചൈൽഡ് മാറ്റേഴ്സ്. ആധുനിക വിദ്യാഭ്യാസ രീതികളിൽ ഉള്ള ഒരു സ്ലോഗൻ തന്നെ അതാണ്, എവ്രി ചൈൽഡ് ഇസ്ലാം. റസൂലുള്ളാഹി തങ്ങളുടെ പ്രിയപ്പെട്ട മദീനയുടെ പള്ളിയിൽ അടിച്ചുവാരുമായിരുന്ന ഒരു സഹോദരനെന്നോ അതൊരു പെണ്ണായിരുന്നുവെന്നും ഒക്കെ ഹദീസുകളിൽ കാണാൻ കഴിയും. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെ കാണാതെ വന്നപ്പോ തങ്ങൾ ചോദിച്ചില്ലയോ, മാ ഫഅല ദാലികൽ ഇൻസാൻ, അയാൾ എവിടെ പോയി, അയാൾക്ക് എന്ത് പറ്റി? അതൊരു സ്ത്രീയായിരുന്നു, ഇംറഅത്തുൻ സൗദാ, കറുത്ത ഒരു പെണ്ണായിരുന്നു എന്നും ചില ഹദീസുകളിൽ വന്നിട്ടുണ്ട്. അല്ല, ഒരു കറുത്ത വർഗക്കാരനായ ഒരു പുരുഷനായിരുന്നു, ഒരാണായിരുന്നു എന്നുമുണ്ട്. അയാളെ കാണാതെ വരുന്ന, ആരും അത്ര മൈൻഡ് ചെയ്യാത്ത ആള്, മദീന പള്ളി അടിച്ചു വാരുന്ന, അതിന്റെ മുറ്റം വൃത്തിയാക്കുന്ന ഒരാൾ. മാ ഫഅല ദാലികൽ ഇൻസാൻ, അയാൾക്ക് എന്ത് പറ്റി? മാത യാ റസൂലല്ലാഹ്, നബിയെ അയാൾ മരിച്ചല്ലോ, അയാൾ മരിച്ചുപോയല്ലോ.
തങ്ങൾ ചോദിച്ച വാക്കെന്താണ്? ഫഅല്ല ആദൻതുമൂനി, നിങ്ങൾ എന്തേ എന്നെ അറിയിക്കാതിരുന്നത്? അയാൾ മരിച്ചിട്ട് നിങ്ങൾ എന്തേ അറിയിക്കാതിരുന്നത്? സുബ്ഹാനല്ലാഹ്. നമ്മുടെയൊക്കെ മഹാനായ മർഹൂം CH ഹൈദ്രൂസ് മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദ ദാൽഹുദയുടെ ആദ്യകാല പ്രസിഡന്റായിരുന്ന മഹാനവറുകൾ, ഏത് പത്രം കിട്ടിയാലും ഉസ്താദ് ആദ്യം എടുത്തു നോക്കൽ ചരമകോളായിരുന്നു. ആദ്യം ഉസ്താദ് നോക്കൽ അതാണ്, ചരമകോളാണ് ആദ്യം വായിക്കുക. നമ്മുടെ കുട്ടികളൊക്കെ ആദ്യം സ്പോർട്സ് പേജ് വായിക്കൂലേ? ഉസ്താദ് ആദ്യം നോക്ക ചരമകോളം. ആരൊക്കെ മരിച്ചു, ആരൊക്കെ ലോകത്തോട് വിട പറഞ്ഞു, മയ്യിത്ത് നിസ്കരിക്കേണ്ട ആളുകൾ, മുൻപ് പരിചയപ്പെട്ടിരുന്ന ആളുകൾ, ഓരോരോ മഹല്ലിലെയും ആളുകൾ, ഇവരൊക്കെ നോക്കി ഉസ്താദ് അവരനുസ്മരിക്കും, അവർക്ക് വേണ്ടി ദുആ ചെയ്യും. സുബ്ഹാനല്ലാഹ്. ഹല്ല ആദൻതുമൂനി, എന്തേ നിങ്ങൾ എന്നെ അറിയിക്കാതിരുന്നത്? അവർ പറഞ്ഞു ഇന്നഹു കാന കദാ വകദ, നബിയെ അത് രാത്രിയാണ്, പിന്നെ അങ്ങ് എന്തിനെ ഉണർത്തണം? ഹഖറു ശഅന, ഇങ്ങനെ ഹദീസിൽ കാണാം. സ്വഹാബത്തൊക്കെ അതത്ര വലിയ കാര്യപ്പെട്ട ആളൊന്നും അല്ലല്ലോ, നബിയൊക്കെ വിളിച്ചുണർത്തി ആ രാത്രി നബി തങ്ങളെ ഉറക്കൊക്കെ ബുദ്ധിമുട്ടാക്കാൻ മാത്രമുള്ള വലിയൊരു പേഴ്സണാലിറ്റി ഒന്നും അല്ലല്ലോ, ഒരു സാധാരണക്കാരനല്ലേ. നമ്മുടെ ഭരണത്തിന്റെ ഇടപെടലുകളിൽ നമ്മൾ കാണുന്ന ഒരു സ്വാഭാവികമായ ഒരു പാളിച്ചയാണ്, എപ്പോഴും കാണുന്ന ഒരു പാളിച്ചയാണ്. സാധാരണക്കാരോട്, വളരെ പാവപ്പെട്ട ആളുകളോടൊക്കെ കാണിക്കുന്ന ഒരു തരം അവഗണന. അതിപ്പോ എത്ര മൈൻഡ് ചെയ്യാനുണ്ടോ? അതൊരു സാധാരണ ആളല്ലേ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഫദുല്ലൂനി അലാ ഖബ്രി, എവിടെയാണ് നിങ്ങൾ അയാളെ മറവ് ചെയ്തത്? അദ്ദേഹത്തിന്റെ ഖബർ എനിക്കൊന്ന് കാണിച്ചു തരൂ, എനിക്ക് അയാളെ ചെന്ന് സിയാറത്ത് ചെയ്യണം, അയാൾക്ക് വേണ്ടി നിസ്കരിക്കണം, അയാൾക്ക് വേണ്ടി ദുആ ചെയ്യണം. അവർ അറിയിച്ചു കൊടുത്തു. ഫഅതാ ഖബ്റഹു ഫസല്ല അലൈഹി, അദ്ദേഹത്തിന്റെ ഖബറിന്റെ അരികത്തേക്ക് ചൊല്ലുകയും നബി തങ്ങൾ അവിടെ ചെന്ന് ആ ഖബറിന്റെ അരികത്ത് ചെന്നവർക്ക് മയ്യിത്ത് നിസ്കരിക്കുകയും ചെയ്തു എന്ന് ഇമാം ബുഖാരി തങ്ങൾ സ്വഹീഹിൽ ഉദ്ധരിച്ചത് കാണാൻ കഴിയും. ഒരു സാധാരണക്കാരനെ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്രക്ക് ഗൗനിച്ചിരുന്നുവോ? നബി തങ്ങളുടെ നുബുവത്തിന്റെ വെളിച്ചമാണ് നമ്മൾ ആ കാണുന്നത്. ഈ ലോകത്തിന് ഹബീബായി തങ്ങൾ കൈമാറിയ ഇസ്ലാമിക സംസ്കാരമാണത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതുകൊണ്ടാണ് പറഞ്ഞത്, അസ്സാഇ അലൽ അർമലതി വൽ മിസ്കീൻ കൽ മുജാഹിദ് ഫീ സബീലില്ലാഹ്. പാവപ്പെട്ട ആളുകൾക്ക്, വിധവകൾക്ക്, ഭർത്താവ് മരണപ്പെട്ടു പോയവർ, വിധവകളായ പെണ്ണുങ്ങൾ, വൽ മിസ്കീൻ ജീവിക്കാൻ പെടാപ്പാടുപെടുന്ന കഷ്ടപ്പെടുന്ന ആളുകൾ, അവർക്ക് വേണ്ടി എന്തെങ്കിലും ഉപകാരം ചെയ്യാൻ മുന്നിട്ടിറങ്ങുന്ന ആളുകൾ, ചാരിറ്റി പ്രവർത്തനം ചെയ്യുന്ന ആളുകൾ, അവർക്ക് വേണ്ടി എന്തെങ്കിലും സഹായം ചെയ്തു കൊടുക്കുന്നവർ, കൽ മുജാഹിദി ഫീ സബീലില്ലാഹ്, അള്ളാഹുവിന്റെ വഴിയിൽ ധർമ്മസമരം ചെയ്ത് അള്ളാഹുവിന് ജീവൻ കൊടുക്കുന്നതിനോളം അതിനോളം മഹത്വമുള്ളവരാണെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചില റിവായത്തുകളിൽ, ഇമാം ബുഖാരി തന്നെ ഉദ്ധരിച്ചിട്ടുള്ള റിവായത്തുകളിൽ, കൽ ഖായിമിൽ ലദീ ലാ യഫ്തുർ, ക്ഷീണിക്കാതെ രാത്രി മുഴുവനും നിന്ന് നിസ്കരിച്ച ആളെ പോലെ, വകസ്സായിമിൽ ലദീ ലാ യുഫ്തിർ, നിരന്തരമായി സുന്നത്ത് നോമ്പെടുക്കുന്ന ഒരു നോമ്പുകാരനെ പോലെ, അവരുടെ പ്രതിഫലം രാത്രി നിസ്കരിക്കുന്നവന്റെ, പകൽ നോമ്പെടുക്കുന്നവന്റെ കൂലി, പാവപ്പെട്ടവനെയും വിധവകളെയും സഹായിക്കുന്നവർക്ക്, അവർക്ക് വേണ്ടി അസ്സായി, അവർക്ക് വേണ്ടി ഓടി നടക്കുന്ന ആളുകൾക്കുണ്ട് എന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പാവപ്പെട്ടവർക്ക്, നിരാലംബരായ ആളുകൾക്ക്, എല്ലാവർക്കും, ജീവജാലങ്ങൾക്ക്, പക്ഷികൾക്ക് സംരക്ഷണം, എല്ലാവരോടും കരുണ. ഈജിപ്ത് കീഴടക്കുകയും ഈജിപ്ത് ആദ്യമായി ഇസ്ലാമിക ഭരണത്തിലേക്ക് കടന്നു വരികയും ചെയ്യാൻ കാരണക്കാരനായ അംറു ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു, മഹാനായ അംറു ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹുവിന്റെ പള്ളിയുണ്ട് എന്ന് കൈറോയിൽ കാണാൻ കഴിയും. മസ്ജിദ് അംറു ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു ഫുസ്താസ് എന്ന് പറയുന്ന ഒരു നഗരം തന്നെ അവിടെ പൊങ്ങുകയുണ്ടായി ഈജിപ്തിൽ. ഫുസ്താത്ത് എന്ന് പറഞ്ഞാൽ മഹാനായ അംറു ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു താമസിച്ചിരുന്ന ഒരു ചെറിയ കൂടാരമാണ്, ഒരു ടെന്റാണ്. ആ ടെന്റിന്റെ പേരാണ് പിന്നീട് ആ ഏരിയയ്ക്ക് മൊത്തം ചരിത്രത്തിൽ അറിയപ്പെട്ടത് ഫുസ്താത്ത്. അതിന്റെ ചരിത്രം നമുക്കറിയാം. അംറു ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു അവിടെ നിന്ന് റീലൊക്കേറ്റ് ചെയ്യാൻ, താമസിച്ചിരുന്ന സ്ഥലത്ത് നിന്ന്, ഫുസ്താത്ത് എന്നറിയപ്പെടുന്ന ആ പ്രദേശത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറി താമസിക്കാൻ ആ ഒരു ടെന്റ് ഹൈമ പൊളിക്കാൻ നോക്കുമ്പോഴാണ് അതിലൊരു പ്രാവ് കൂടുകൂട്ടിയത് കണ്ടത്. ഒരു പ്രാവ് കൂടുകൂട്ടിയതിൽ മുട്ട വിരിയാറായി നിൽക്കുകയാണ്. അപ്പോഴാണ് മഹാനായ അംറു ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, വേണ്ട, ഈ കൂടാരം പൊളിക്കണ്ട, അതവിടെ തന്നെ നിന്നോട്ടെ, ആ ഫുസ്താത്ത് അവിടെ തന്നെ കഴിയട്ടെ, അത് പൊളിച്ചു മാറ്റേണ്ടതില്ല, നമുക്ക് ആ പക്ഷിയെ വേദനിപ്പിക്കാതെ നമുക്ക് മറ്റൊരിടത്തേക്ക് മാറി താമസിക്കാമെന്ന് പറഞ്ഞ്
ആ ടെന്റ് അവിടെ തന്നെ നിലനിർത്തിയപ്പോഴാണ് അംറുബുൽ ആസ് എന്നവരുടെ ടെന്റ്, അവരുടെ കൂടാരം എന്നർത്ഥം വരുന്ന ആ ടെന്റ് നോക്കിയാണ് ആ പ്രദേശത്തിന് ആ ഒരു പേര് വന്നത്. അത് അവിടെ തന്നെ നിലനിർത്തി പോവുകയാണ് ചെയ്തത്. മഹാനായ അംറുബുൽ ആസ് റളിയല്ലാഹു അൻഹു ഒരു പക്ഷിക്ക് വേദന വരണ്ട എന്ന് വിചാരിച്ചിട്ട്, എത്രയോ പക്ഷിക്കുഞ്ഞുങ്ങളുടെ കൂടുകളും അല്ലാത്തതുമൊക്കെ ഒരു മനസ്സിലൊരു വിഷമം പോലും തോന്നാതെ അത് നശിപ്പിക്കുകയോ വെട്ടിക്കേടുവരുത്തുകയോ അവരെ ആട്ടിപ്പായിപ്പിക്കുകയോ ചെയ്ത് പക്ഷിക്കുഞ്ഞുങ്ങളോട് കാരുണ്യമില്ലാതെ പ്രവർത്തിക്കുന്നത് എത്ര ഗൗരവമാണെന്ന് ഇത്തരുണത്തിൽ നമ്മൾ മനസ്സിലാക്കുക. ജീവജാലങ്ങളോട്, പ്രകൃതിയോടൊക്കെ, പ്രകൃതി സ്നേഹമൊക്കെ വലിയ വലിയ ചർച്ചയാണ് അല്ലെ. പ്രകൃതി സ്നേഹം, പ്രകൃതിയെ സംരക്ഷിക്കണം, ഇതൊക്കെ പലരും വിളിച്ചു പോകുന്ന സംഗതിയാണ്. സത്യത്തിൽ പ്രകൃതിക്കും ഇസ്ലാമിൽ അഭയമുണ്ടെന്ന് നമ്മുടെ മുമ്പിലൂടെ ജീവിക്കുന്ന, സംസാരിക്കാൻ കഴിയാത്ത അജ്മാ, മിണ്ടാപ്രാണികളായ ജീവജാലങ്ങൾക്ക്, പക്ഷികൾക്കൊക്കെ നമ്മുടെ മുമ്പിൽ ഇസ്ലാമിന്റെ കണ്ണിൽ അവർക്ക് സംരക്ഷണമുണ്ട് എന്ന് പഠിപ്പിക്കുകയായിരുന്നു മഹാനായ അംറുബുൽ ആസ് റളിയല്ലാഹു അൻഹു.